ആയത്തല്ല. വിശുദ്ധ ഖുർആനിൽ ആയത്തിൻ്റെ നമ്പറും സൂറത്തും നിങ്ങൾ ശ്രദ്ധിച്ചോളി. പോയിട്ട് സൗകര്യം പോലെ പരിഭാഷ നോക്കി വായിച്ചാൽ മതി. സൂറത്തു നംലിലെ 63-ാമത്തെ ആയത്ത്, അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി അഇലാഹും മഅല്ലാഹ് തആലല്ലാഹു അമ്മാ യുശ്രികൂൻ. അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അന്ധകാരത്തിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരാകുന്നു? കടലും കരയുമല്ലാത്ത വേറെ ഒരു മരുഭൂമിയില്ലല്ലോ. മരുഭൂമി കൂടി കരയിൽ പെടുമല്ലോ. കരയിലും കടലിലും അന്ധകാരത്തിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ ആരാകുന്നു? ജിന്നാകുന്നു എന്നല്ല. വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴയുടെ മുമ്പിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുമായി കാറ്റയക്കുന്നവൻ, കാറ്റടിപ്പിക്കുന്നവൻ ആരാകുന്നു? അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവാണ്. അവൻ്റെ കൂടെ വേറെ ഇലാഹോ? അള്ളാഹുവാണ് ഈ കാറ്റടിപ്പിക്കുന്നവൻ. അവനാണ് മരുഭൂമിയിലും കരയിൽ മുഴുവനും കടലിലും നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ. എന്നിട്ട് തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അത് അല്ലല്ല, ജിന്ന് വഴി കാണിക്കും എന്ന് പറയുന്നവൻ ശിർക്ക് ചെയ്യുന്നവനാണ്. തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അല്ലാഹു അല്ലാത്തവർ വഴി കാണിക്കും, അല്ലാഹു അല്ലാത്തവർ മഴ പെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാണ്. സൂറത്തു നംലിലെ 63-ാമത്തെ ആയത്ത്, ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹർ തദ്ഊനഹു തദർറുഅൻ വഖുഫിയ ലഇൻ അൻജാന മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ ഖുലില്ലാഹ് യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ ثم അൻതും തുശ്രികൂൻ. എഴുതി വെച്ച സൂറത്ത് അൻആമിലെ 63-64. ഇതൊരു ഖുറാഫിക്ക് ഓതിക്കൊടുക്കേണ്ട രൂപത്തിൽ മുജാഹിദുകളാണെന്ന് പറയുന്ന ചിലർക്ക് ഓതിക്കൊടുക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടെങ്കിലും ഓതിപ്പറയുകയല്ലാതെ നിവൃത്തിയില്ല. പറയൂ പ്രവാചക, ചോദിക്കൂ പ്രവാചക, മൻ യുനജ്ജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമുള്ള അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നവൻ ആരാകുന്നു? വഴി കാണിക്കുന്നവൻ ആരാകുന്നു എന്ന് ചോദിച്ച പോലെ രക്ഷിക്കുന്നവൻ ആരാകുന്നു? ആരോടാണോ തദ്ഊനഹു തദർറുഅൻ വഖുഫിയ, നിങ്ങൾ താഴ്മയോടെ സ്വകാര്യമായി നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന അവൻ. എന്താ നിങ്ങൾ തേടുന്നത്? ലഇൻ അൻജാന മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ, ഈ കരയിൽ നിന്ന്, ഈ കടലിൽ നിന്ന്, ഞങ്ങൾ അകപ്പെട്ട ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകാം എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. അതാരോടാ? ആരോടാണ് രക്ഷയ്ക്ക് വേണ്ടി തേടുന്നത്? ഖുലില്ലാഹ്, പറയൂ പ്രവാചക, അല്ലാഹുവാണ്. അല്ലാഹുവാണ്, ജിന്നല്ല, മലക്കല്ല, അല്ലാഹുവാണ്. യുനജ്ജീകും മിൻഹാ, ആ കടലിലെ കരയിലെ മരുഭൂമി അടക്കമുള്ള കരയിലെ എല്ലായിടത്തുമുള്ള അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നവൻ. വമിൻ കുല്ലി കർബിൻ, എല്ലാ ദുരിതങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നിങ്ങളെ കടലിൽ നിന്നും കരയിൽ നിന്നും രക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. സുമ്മ അൻതും തുശ്രികൂൻ, പിന്നെ നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കുന്നു, മരിച്ചവരോട് സഹായം ചോദിക്കുന്നു, ശിർക്ക് ചെയ്യുന്നവരായി മാറുന്നു. ഇനി ഞാൻ ആയത്തുകൾ ഓതുന്നില്ല. യാ ഖൗമി, വിശുദ്ധ ഖുർആൻ പറയുന്നു, വയാ ഖൗമി മാലി അദ്ഊകും ഇലൻ നജാത്ത് വതദ്ഊനനി ഇലൻ നാർ. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ നിങ്ങളെ രക്ഷയിലേക്കാണ് ക്ഷണിക്കുന്നത്, രക്ഷാമാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, അല്ലാഹുവിങ്കലേക്ക്, തൗഹീദിലേക്ക്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നതോ നരകത്തിലേക്കാണ്, ശിർക്കിലേക്കാണ്, ജിന്നിനോട് സഹായം ചോദിക്കാനാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്.
തദ്ഊനനി ലിയക്ഫുറ ബില്ലാഹി വഉശ്രിക ബിഹി, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് അള്ളാഹുവിൽ ഞാൻ പങ്കു ചേർക്കാനും അതേപോലെ തന്നെ കാഫിറാകാനുമാണ്. മാ ലൈസ ലീ ബിഹി ഇൽം, എനിക്ക് വിവരമില്ലാത്ത കാര്യമാണ് അത്, അതിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. വഅന അദ്ഊകും ഇലൽ അസീസിൽ ഗഫാർ, ഞാനാകട്ടെ നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്, തൗഹീദിലേക്കാണ്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് ജിന്നിലേക്കാണ്, ഷിർക്കിലേക്കാണ്, ജിന്നിനോട് സഹായം തേടാനാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നജാത്ത്, രക്ഷയിലേക്കാണ്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്, തൗഹീദിലേക്കാണ്, അവനോട് സഹായം തേടാനാണ്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് ജിന്നിലേക്കാണ്, ജിന്നിനോട് സഹായം തേടാനാണ്, ഷിർക്കിലേക്കാണ്. ആരുടെ വിളിക്കാണ് ഉത്തരം ചെയ്യേണ്ടത്? പറയൂ. അള്ളാഹുവിൻ്റെ ഖുർആനാണിത്. എൻ്റെ മുമ്പിൽ ഞാൻ കുറിച്ചു വെച്ച ദശക്കണക്കിന് ആയത്തുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് മാത്രം ഓതുന്നു. രണ്ട് ഹദീസും ഒന്ന് ഇമാം ബൈഹഖി ഉദ്ധരിച്ചു, അതേപോലെ തന്നെ ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചു. പലരും ഉദ്ധരിച്ച ഹദീസാണ്. ഈ കണ്ടതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ്. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. നോക്കിക്കോ, ഒന്ന് രണ്ട് ഹദീസുകൾ. ഇമാം ബൈഹഖി ഉദ്ധരിച്ച, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരാളെ കണ്ടു, അയാളുടെ അടുക്കലേക്ക് ആളുകളൊക്കെ ചെല്ലുന്നു, അയാളുടെ അഭിപ്രായം സ്വീകരിക്കുന്നു. ആരാണത്? മുഹമ്മദ് നബിയാണ്. അയാളുടെ അടുക്കൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എന്താ? അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്, അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്. 2 വട്ടം നബിക്ക് സലാം പറഞ്ഞു. ഖാല, നബി പറഞ്ഞു, ലാ തഖുൽ അലൈക്കസ്സലാം, അലൈക്കസ്സലാം എന്ന് നീ പറയല്ലേ. കാരണം അലൈക്കസ്സലാം തഹിയ്യത്തുൽ മയ്യിത്ത്, ഖുൽ അസ്സലാമു അലൈക. മയ്യിത്തിന് അഭിവാദ്യം ചെയ്യൽ, മയ്യിത്തിന് ഉള്ള തഹിയ്യത്താണ്. എന്ത്? അലൈക്കസ്സലാം എന്നത് മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ സലാം പറയാൻ പഠിപ്പിച്ചത്. നീ അസ്സലാമു അലൈക എന്ന് പറയും. എന്നിട്ട് ഖാല ഖുൽതു അൻത റസൂലുള്ളാഹ്, അല്ല താങ്കളാണോ അള്ളാന്റെ റസൂല്? ഖാല അന റസൂലുള്ളാഹ്, ഞാനാണ് അള്ളാന്റെ റസൂല്. നബി പറയാ, പഠിച്ചോ മുഹദ്ദിസേ ഹദീസ്, അല്ലദീ ഇദാ അസാബക ളുർറുൻ ഫദഅൗതഹു കശഫഹു അൻക. ഏതല്ലാഹ് നിനക്ക് ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ, നിന്റെ ബുദ്ധിമുട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരുന്ന അള്ളാന്റെ ദൂതനാണ് ഞാൻ. വൈന അസാബക ആമ സനത്തിൻ ഫദഅൗതഹു അംബതഹാ ലക. നിനക്ക് വരൾച്ച ബാധിക്കുമ്പോൾ, നിന്റെ കൃഷി ഉണങ്ങുമ്പോൾ, ഏതൊരു റബ്ബിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കൃഷി നിനക്ക് സമൃദ്ധമാക്കി തരുന്നുവോ, ആ അള്ളാന്റെ ദൂതനാണ് ഞാൻ. പഠിച്ചോ മുഹദ്ദിസേ. നബി പറയുന്നത്, വഇദാ കുൻത ബിഅർദിൻ ഖഫ്രിൻ ഔ ഫലാത്തിൻ ഫദല്ലത് റാഹിലതുക ഫദഅൗതഹു റദ്ദഹാ അലൈക. നീ ഒരു വിജനമായ മരുഭൂമിയിലാകുമ്പോൾ നിന്റെ ഒട്ടകം വഴിതെറ്റിയാൽ ഫദഅൗതഹു, നീ ഏതൊരുത്തനോട് പ്രാർത്ഥിക്കുന്നുവോ, ഏതൊരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവോ, നിന്റെ ഒട്ടകത്തെ തിരിച്ച് നിനക്ക് നൽകുന്ന ഏതൊരു അല്ലാഹുവാണോ, ആ അല്ലാഹു അയച്ച ദൂതനാണ് ഞാൻ. മരുഭൂമിയിൽ വഴിതെറ്റിയാൽ ഒട്ടകത്തിന് വഴിതിരിച്ച് നഷ്ടപ്പെട്ട ഒട്ടകത്തെ നിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കുന്ന റബ്ബ്. നീ വിളിച്ചത്, ഒട്ടകം നഷ്ടപ്പെട്ടാൽ വിളിച്ചു തേടുന്ന റബ്ബ് ഏതൊരു ജിന്നിനോടാണോ വിളിച്ചു തേടുന്നതെന്നല്ല. ഇതാണ് ഹദീസ്. ഇനി അതിന്റെ ബാക്കി ഞാൻ വായിക്കുന്നില്ല. പിടിച്ചോ വേറൊരു ഹദീസ്. ഈ കള്ള ഹദീസ് അല്ലാതെ വേറൊരു ഹദീസും പഠിച്ചിട്ടില്ലേ? അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ലേ ഈ മുഹദ്ദിസീങ്ങൾക്ക്? ഇമാം തബറാനി തന്റെ മുഅ്ജമുൽ കബീറിൽ പറയുന്നു, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹ് ഖാല അറഅയ്ത അർ-റജുൽ യൽഖാനി ബിഅർദിൻ ഫലാത്ത്
യുരീദു മാലി, അള്ളാന്റെ റസൂലേ, ഞാനൊരു വിജനമായ മരുഭൂമിയിൽ ചെന്നുപെട്ടു. ഒരാൾ എൻ്റെ നേരെ വന്നു. അയാൾ എൻ്റെ സ്വത്ത് പിടിച്ചു പറിക്കാനാണ് വരുന്നത്. ഞാൻ എന്തു ചെയ്യണം? ഓ, മരുഭൂമിയല്ലേ, അവിടെ ജിന്നുണ്ട്, ജിന്നിനോട് ചോദിച്ചോ എന്നല്ല റസൂലുള്ള പഠിപ്പിച്ചത്. പഠിച്ചോ ഹദീസ്, കള്ള ഹദീസിന്റെ പിന്നാലെ പോകണ്ട. എന്താ നബി പറഞ്ഞത്? അറഅയ്ത الرجل يلقاني بأرض فلات يريد مالي قال ذكره بالله. ഓനെ അള്ളാനെ പറ്റി പറഞ്ഞ്, പടച്ചോനെ പറ്റി പറഞ്ഞ് ഉത്ബോധനം നടത്ത്. പടച്ചോനെ പേടിക്ക്, ഇന്നെ കൊല്ലല്ലേ, എൻ്റെ സ്വത്ത് പിടിച്ചടക്കല്ലേ എന്ന് പറ. ഖാല യാ റസൂലല്ലാഹ് ഫഇൻ ലം യദ്ദക്കർ, ഓനെന്റെ ഉത്ബോധനം ഉൾക്കൊള്ളുന്നില്ലെങ്കിലോ? ഖാല ഫസ്തഇൻ അലൈഹി മൻ സിവാക മിനൽ മുസ്ലിമീൻ, അവനെതിരിൽ നീയല്ലാത്ത, അവനല്ലാത്ത മറ്റ് മുസ്ലിമീങ്ങളുടെ സഹായം സ്വീകരിച്ചോ, മറ്റ് മുസ്ലിമീങ്ങളുടെ സഹായം സ്വീകരിച്ചോ. ഖാല ഫഇൻ ലം യകുൻ ഹൗലി അഹദുൻ, എന്റെ ചുറ്റും മനുഷ്യരായ മുസ്ലിമീങ്ങളായ ആരുമില്ലെങ്കിലോ? ജിന്നുണ്ടോന്ന് നോക്കിക്കോന്ന് നബി പറഞ്ഞിട്ടില്ല. എന്താ നബി പറഞ്ഞത്? ഫസ്തഇൻ അലൈഹി ബിസുൽത്താൻ, ഭരണാധികാരിയോ അവനെതിരിൽ നീ സഹായം ചോദിച്ചോ. ഖാല, നബി പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു, അറഅയ്ത ഇൻ അബസുൽത്താനു അന്നി, ഭരണാധികാരി അവനെതിരിൽ എനിക്ക് സഹായം തന്നില്ലെങ്കിലോ? ഖാല ഫഖാതിൽ ദൂന മാലിക, മനുഷ്യന്മാരാരുമില്ലേ, എന്നാ പിന്നെ ജിന്നിന്റെ സഹായം പിടിച്ചോ എന്നും പറഞ്ഞില്ല. ഫഖാതിൽ ദൂന മാലിക ഹത്താ തകൂന മിൻ ശുഹദാഇൽ ആഖിറഹ ഔ തംനഅ മാലക്, നീ അവനോട് നിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് നിന്റെ സ്വത്ത് സംരക്ഷിക്ക്, അല്ലെങ്കിൽ അവനോട് പൊരുതി നീ മരണപ്പെട്ട് രക്തസാക്ഷിയായിക്കോ. വമൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, തന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതി മരിച്ച രക്തസാക്ഷിയാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ജാമിഉൽ ഉസൂലിൽ ഇതേ ഹദീസ് നമുക്ക് കാണാം. അവിടെ ഒട്ടകം വഴിതെറ്റിയാൽ ഒട്ടകത്തെ നിനക്ക് തിരിച്ചു നൽകുന്ന റബ്ബ്, നീ ഒട്ടകം വഴിതെറ്റുമ്പോൾ നീ വിളിച്ചു തേടുന്ന റബ്ബ് ജിന്നല്ല അവിടെ പറഞ്ഞത്. അബൂദാവൂദും ഇതുപോലെ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇദാ അറഅയ്ത വഅദ്ഉക ഇലല്ലദീ ഇദാ അളലൽത ളാല്ല വഅൻത ബിഅർദിൻ ഫലാ തദഉതഹു, ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. ഈ ഹദീസുകളൊക്കെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ റബ്ബിനോട് വിളിച്ചു തേടണം, റബ്ബിനോട് വിളിച്ചു തേടണം, റബ്ബിനോട് വിളിച്ചു തേടണം. ആ റബ്ബാണ് നിന്റെ ഒട്ടകത്തെ നിനക്ക് തിരിച്ചു തരുന്നത്, ആ റബ്ബാണ് നിനക്ക് വഴി കാണിച്ചു തരുന്നത് എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, അമ്മൻ യഹ്ദീകും അമ്മൻ യഹ്ദീകും, ആരാണ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ? ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലെയും കരയിലെയും അന്ധകാരത്തിൽ വഴിയറിയാതിരിക്കുമ്പോൾ വഴി കാണിച്ചു തരുന്നവൻ ആരാണ്? അഇലാഹുമ്മ അല്ലാഹ്, വഴി കാണിക്കാൻ അള്ളാന്റെ പുറമെ വേറെ ജിന്നുണ്ടോ, വേറെ മലക്കുണ്ടോ, വേറെ മഹാത്മാക്കളുണ്ടോ? അഇലാഹുമ്മ അല്ലാഹ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ ശിർക്കിലേക്ക് പോകണ്ട. ഇത് അള്ളാന്റെ ഖുർആനാണ്, ഇത് റസൂലുള്ളാന്റെ ഹദീസാണ്. ഖുർആനും സുന്നത്തുമാണ് നമുക്ക് പ്രമാണം. സകല പണ്ഡിതന്മാരും ദുർബലം 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 എന്ന് പറഞ്ഞ കള്ള ഹദീസിലെ ഇബാദുല്ലാ എന്ന പദത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് വഴിതെറ്റിപ്പോണ്ട സുഹൃത്തെ, വഴിതെറ്റിപ്പോണ്ട സുഹൃത്തെ, വഴിതെറ്റിയ ഒട്ടകമേ, നിനക്കിതാ ആയത്തും ഹദീസും വഴി കാണിക്കുന്നു. തിരിച്ചുവാ, തിരിച്ചുവാ. വഴിതെറ്റിയ ഒട്ടകങ്ങളോട് തിരിച്ചു വരാനാണ് ഈ കിതാബിന്റെയും സുന്നത്തിന്റെയും സന്ദേശം. അപ്പോൾ ഒട്ടകപ്പുറത്തിരിക്കുന്നവർക്കും തിരിച്ചെത്താം. ഇതാണ് ഈ സന്ദർഭത്തിൽ ഗൗരവത്തോടെ ഗൗരവത്തോടെ അനസ് മൗലവി പറഞ്ഞതിന്റെ അനുബന്ധമായി മറക്കാതെ ഓർക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുജാഹിദുകളെ, ഇവിടെ കേട്ട പേരോട് അബ്ദുർ
അബ്ദുറഹിമാൻ സഖാഫിയുടെ വാദമല്ല, അലവി സഖാഫിയുടെ വാദമല്ല, നജീബ് മുസ്ലിയാരുടെ വാദമല്ല. ഈ കള്ളത്തരം അല്ലാഹുവിന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ പറഞ്ഞ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആ മുസ്ലിയാക്കന്മാരുടെ ശിർക്കൻ വിദണ്ഡവാദം പറയുന്ന, നമുക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ജബ്ബാർ മൗലവിയുടെ, സക്കരിയ സ്വലാഹിയുടെ വാദങ്ങളുടെ പിന്നാലെയല്ല പോവേണ്ടത്. അവർക്കൊക്കെയുള്ളത് ദുർബലമായ ഹദീസാ, ദുർബലമായ ഹദീസാ. വേണ്ട, മുജാഹിദുകൾക്ക് ദുർബലമായ ഹദീസ് വേണ്ട. ഞാൻ ലളിതമായ സാധാരണക്കാരന്റെ മനസ്സിൽ നിന്ന് തെറ്റിദ്ധാരണകൾ തുടച്ചു കളയാൻ, തേച്ചു മായ്ച്ചു കളയാൻ വളരെ ലളിതമായ 2 വാചകം കൂടി പറയട്ടെ. സമയം വൈകിയെങ്കിലും വിഷയത്തിന്റെ ഗൗരവമോർത്ത് നിങ്ങൾ ക്ഷമിക്കൂ സുഹൃത്തുക്കളെ. എന്താണെന്നറിയുമോ? ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്നതിന് എതിരിൽ കൃത്യമായ മറുപടി ശാന്തമായി ഉള്ളിൽ നിന്ന് പറഞ്ഞ് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അതാ അവിടെ പുതിയ തെളിവ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അബദ്ധം, പരമാബദ്ധം, ശിർക്കിന്റെ പടുകുഴിയിൽ ചെന്ന് വീഴുകയാണ് ചെയ്തത്. ഇന്ന് സംഘടനയിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘടനാപരമായ കുഴപ്പങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സൗദി അറേബ്യയുടെ ഒരു മൂലയിൽ ദമ്മാമിൽ ഇരുന്നു കൊണ്ട് 2-3 വ്യക്തികളാണ്. ഇവിടേക്ക് ഫോൺ ചെയ്തുകൊണ്ടും നെറ്റിലൂടെ അയച്ചുകൊണ്ടും ഗൾഫ് രാജ്യങ്ങളിലും ഈ ഫിത്ന, ശിർക്കാകുന്ന ഫിത്ന അത് പ്രചരിപ്പിക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെ, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ഇതിലൊക്കെ തന്നെ കുഴപ്പമുണ്ടാക്കുന്നത് അവരാണ്. അവര് വലിയവരാണെന്ന് കരുതി ചില സാധുക്കൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. എളുപ്പം കുറിച്ചു വച്ചോ 3 കാര്യങ്ങൾ. ഒന്ന്, ഇവന്മാരും പറയുന്നു ജബ്ബാർ മദീനി, സാലിം അരീക്കോട്, റാഷിദ് ഖലീൽ എന്ന് പറയുന്ന മൂവർ സംഘം, അതാണ് മൂവർ സംഘം. ആ മൂവർ സംഘം പേര് വെച്ചുകൊണ്ട് നെറ്റിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രബന്ധമുണ്ട്. ആ പ്രബന്ധത്തിൽ അവർ പ്രചരിപ്പിച്ചത് ഇപ്രകാരമാണ്: ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നത് അവർക്കും സംശയമില്ല. ചില സമയത്ത് കേട്ടോ, ആ പ്രബന്ധം ഇതാ ഈ കാണുന്നതാണ്. ഈ പ്രബന്ധം ഇതാണ് ഇവിടെ നാട്ടിലൊക്കെ നെറ്റിലൂടെ അവർ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുള്ള സാധനം ഇതാണ്. എന്നിട്ട് അവർ പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ പിന്നെ സംശയമുണ്ട്. 2ാമത്തെ വാചകം, എന്നാൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. 3, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ആരും പറഞ്ഞതായി ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. 4, ജാമിയ നദവിയയിൽ തന്നെ പഠിപ്പിക്കുന്ന സിയാനത്തുൽ ഇൻസാൻ എന്ന കിതാബിലും വേറെ 4 കിതാബുകളും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇത് ശിർക്കിലേക്കുള്ള വഴിയും ഹറാമുമാകുന്നു എന്നാണ്. ഈ പറഞ്ഞത് അത്രയും പരമാബദ്ധമാണ്. ആദ്യം പറഞ്ഞതൊഴികെ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. ശരി, ആ ശിർക്കാണെന്ന മതവിധി ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടി? പറയൂ. ആയത്ത് കൊണ്ട്, ഹദീസ് കൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ തെളിയിച്ചു തരാം, തെളിയിച്ചു തന്നിട്ടുമുണ്ട്. 2, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ വിധി മാറും. എടോ, ഒരു സാധാരണ മുജാഹിദ് ഇത് പറയോ? AP പറയും ആവറേജ് ബുദ്ധിയുള്ളവനെ മുജാഹിദാകുള്ളൂ. ഇപ്പൊ അങ്ങനല്ല. ആവറേജ് ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തില് ബുദ്ധിയില്ലാത്ത ചിലതും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാദം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മതത്തിൽ ശിർക്കാണെന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം ശിർക്കല്ലെന്നെങ്ങനെ തെളിയും? പറയൂ. ഒരു മുജാഹിദിന് പറയാൻ കഴിയോ? അത് ഒരു മുജാഹിദ് പറയോ? മുജാഹിദ് അംഗീകരിക്കോ? സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അംഗീകരിക്കൂല. എന്നിട്ടല്ലേ ഒരു മുജാഹിദ് അംഗീകരിക്കുക? ഇതാണെങ്കിൽ നാളെ ഖുറാഫി നിന്നോട് ചോദിക്കും, ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മ മാറും,
സുബൈക്ക് ഖുനൂത്തോതാന്നുള്ളത് ഫലം യസൽ യഖ്നുത് ഹത്താ ഫാറഖത് ദുനിയ എന്ന ഹദീസില്ലേ ലൈഫാന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അമൽ ചെയ്യണത്. അതുകൊണ്ട് ഖുനൂത്തിനെ എതിർക്കണ്ടടോ, ബിദഅത്താന്നത് വരെ പ്രസംഗിച്ചതൊക്കെ മാറ്റി പറയ്, ഖുറാഫിന്റെ കൂടെ പോ. അതല്ലാതെ എന്ത് പറയാനാ? ഈ കൂട്ടപ്രാർത്ഥന നടത്താൻ ഖുറാഫി പറയും, അതിന് ഹദീസുണ്ട്, ലൈഫെന്നല്ലേ ഉള്ളൂ. ലൈഫ് കൊണ്ട് അമൽ ചെയ്യാന്ന് ഇപ്പൊ ഇയ്യും പറഞ്ഞില്ലടോ വഹാബി. എന്താ മറുപടി പറയാ? അതേപോലെ പള്ളമ്മ കയ്യട്ടാം, പൊക്കിളിന്റെ താഴെ കയ്യട്ടാം, ഹദീസുണ്ട്, ലൈഫാന്നല്ലേ ഉള്ളൂ. ലൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഹുക്കുമ് മാറുമെന്ന്, ശിർക്ക് അല്ലാതാവുമെന്ന് എടോ സക്കരിയ സ്വലാഹി ജബ്ബാർ മൗലവി നിങ്ങൾ പറഞ്ഞില്ലേ? അതിനെ ഞങ്ങളും ചെയ്യുന്നത്. പിന്നെ നമ്മളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എന്താടോ മറുപടി പറയാതിന്? എന്ത് മറുപടിയാ പറയാൻ സാധിക്കുക? പോട്ടെ, മൂന്നാമത്തെ കാര്യം, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ഒരാളും പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാ. ഇനി ഇങ്ങോട്ട് വരണ്ട, ആ പ്രബന്ധം തന്നെ മറിച്ചോ. ഇതിന്റെ 22ാമത്തെ പേജ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അൽബാനിയുടെ വാചകം. റിജാലുൽ ഗൈബിനോടും ജിന്നിനോടും സഹായം തേടുന്നത് ശിർക്കാണ്, ശിർക്കുൻ ബയ്യിനുൻ, സംശയമില്ലാത്ത വ്യക്തമായ ശിർക്കാണെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അബദ്ധം പിടിച്ചോ വേണമെങ്കിൽ ഇവിടെ ജബ്ബാർ മൗലവിയുടെ അൽ ഇസ്ലാഹിലെ ലേഖനമാണ് സ്കാൻ ചെയ്ത് ഇവിടെ കയറ്റിയിട്ടുള്ളത്. ജബ്ബാർ മൗലവി ഈ വാദമുന്നയിച്ചത് യാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുറാഫികൾക്ക് മറുപടി പറയാനാണ്. അതുകൊണ്ട് ജബ്ബാർ മൗലവി പറഞ്ഞത് ശിർക്കാവില്ല. ജബ്ബാർ മൗലവി പറഞ്ഞത് നേരത്തെ ഇവർ രണ്ടുപേരും ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, അതെന്റെ പേരിൽ കളവ് പറയാണ് എന്നാണ്. ജബ്ബാർ മൗലവിക്ക് ഇല്ലാത്ത വാദം അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ട് വേണം കളവ് പറഞ്ഞ് ശിർക്കിനെ ശിർക്കല്ലാതാക്കിയ ശിർക്കന്മാർക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് ജബ്ബാർ മൗലവിക്ക് ഇല്ലാത്ത വാദം ഇത് സ്കാൻ ചെയ്ത് കയറ്റി ഇവിടെ എഴുതി വെച്ചത്. ഇനി പിടിച്ചോ, നിങ്ങൾ ഇതിന്റെ അടി കൊടുത്ത തെളിവുണ്ടല്ലോ. സിയാനത്തുൽ ഇൻസാൻ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും ശിർക്കിലേക്കുള്ള വഴിയുമാണെന്ന് പറഞ്ഞു തന്നത് കാണിച്ചാൽ നിങ്ങൾ ഈ കൊടുത്ത ആ തെളിവിൽ ഹറാമ് ശിർക്കിലേക്കുള്ള വഴി അഥവാ വസീലത്ത് ശിർക്കും ഹറാമുമാണെന്ന് ഈ ഹദീസിനെ പറ്റി ജാമിയയിൽ പഠിപ്പിക്കുന്ന സിയാനത്തുൽ ഇൻസാനിൽ നിന്ന് കാണിച്ചാൽ ഇവിടെ വെച്ച് ഇപ്പോ മാപ്പ് പറഞ്ഞ് എൻ്റെ പൊതുജീവിതം അവസാനിച്ച് വീട്ടു പോയിരിക്കും. പലർക്കും താല്പര്യം അതാണല്ലോ, അതിപ്പോ തന്നെ ചെയ്തു തരാ. ഇവിടെ ഉണ്ടല്ലോ പല കൊമ്പന്മാരും, കൊണ്ടുവാ ഇതിൽ നിന്നൊന്ന് ആ വാചകമൊന്ന് എടുത്തു വായിച്ചുതാ. കഴിയില്ല മക്കളെ, കഴിയില്ല. ഒന്നുകിൽ നിങ്ങൾ മുവഹിദാവുക, അല്ലെങ്കിൽ ശിർക്ക് സമ്മതിച്ച് ശിർക്കിലേക്ക് പോവുക. ചിലപ്പോ ശിർക്കും, ചിലപ്പോ ശിർക്കല്ലാതെയും, പിന്നെ ശിർക്കും, പിന്നെ ശിർക്കല്ലാതെയും ഉരുണ്ട് വരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളി നിർത്തിക്കളി. ഇത് മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളും നിങ്ങളും കൂടി ഇതിന്റെ കൂടെ നിന്ന് ഇത് ഉറക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ നിങ്ങളുടെ കാതിൽ പറഞ്ഞു, സ്വകാര്യ ചർച്ചയിൽ പറഞ്ഞു, തെളിവുകൾ കാണിച്ചു തന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോ 3 തവണ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് സക്കരിയ സ്വലാഹി തന്നെ ഒപ്പുവെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടോ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് അനുവദനീയമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 2 പണിയും കൂടി ഇനി വേണ്ട, രണ്ടാലൊന്ന് തീരുമാനിച്ചാൽ മതി. ഒന്നുകിൽ തൗഹീദ് സ്വീകരിച്ച് മുജാഹിദായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശിർക്ക് ബാധിച്ച് ശിർക്കിന്റെ ആളായി മുജാഹിദുകൾക്ക് എതിരിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പ്രചാരണ വേലയുമായി നടക്കുക. രണ്ടും കൂടി ഇനി അവ്യക്തതയ്ക്ക് വേണ്ടി സമ്മതിക്കില്ല, അതെനി നടപ്പാവില്ല എന്ന് തീർത്ത് പറയുകയാണ്. ഇതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ പറഞ്ഞ ഈ ഇവിടുത്തെ ളിയാഉ ശാരിഖിലും ജർജീസിലും അതേപോലെ തന്നെ സിയാനത്തുൽ ഇൻസാനിലും അതേപോലെ തന്നെ ഇവിടത്തെ തെളിവിന് കൊടുത്ത ഈ ഗ്രന്ഥങ്ങൾ
ഈ ഗ്രന്ഥങ്ങൾ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും വസീലത്ത് ശിർക്കുമാണെന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞത് അനുവദനീയമാണെന്നാണ്. നിങ്ങളെ ഉള്ളിരിപ്പ് അതാണ്. അത് പറയാൻ പേടിയാണ്. ആദർശമുള്ള മുജാഹിദീങ്ങളെ, സാധാരണക്കാരായ തൗഹീദ് മനസ്സിലാക്കിയ മുജാഹിദീങ്ങളെ പേടിച്ചിട്ടാണ് ഇത് പറയാതിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളത് പറയാ, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളെ കൊണ്ട് തിരുത്തിപ്പിക്കും. ഒരട്ട ഇനി വേണ്ട, ഒന്ന് ഒറ്റ അല്ലെങ്കിൽ ഇരട്ട, രണ്ട് മതി. ഒരട്ട വേണ്ട, തൗഹീദും ശിർക്കും കൂടി കുഴാമറിഞ്ഞിട്ടുള്ള ഏർപ്പാട് വേണ്ട. ഇതാണ് എനിക്ക് ലളിതമായി, ഇതാണല്ലോ പ്രമാണബദ്ധമായി ദമാമിൽ നിന്ന് ഇത് തയ്യാറാക്കി മഹാപണ്ഡിതന്മാർ, ജമിയത്തുൽ ഉലമയെ കഴുതത്തല എന്ന് വിളിക്കുന്നവർ, ജമിയത്തിനെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നവർ, ഇവരാണ് ഇവിടേക്ക് പലർക്കും ഫോൺ ചെയ്തിട്ട് ആണ് കയറി ചെല്ല്, ആ യോഗത്തേക്ക് ചെല്ല്, അവിടെ ചോദ്യം ചെയ്യ്. ദൗറയുടെ തലേ ദിവസം പല ആളുകൾക്കും ഇത് അയച്ചു കൊടുത്തിട്ട് ഈ സാലിം വിളിച്ചു പറയുന്നത്, പിന്നെ മറ്റോനും മറിച്ചോനൊക്കെ ദൗറയ്ക്ക് വരും, ഓനെ കയറ്റിയിരുത്തണം. ഒരു കമ്മിറ്റി യോഗത്തിൽ, ഒരു കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചേരുന്ന യോഗത്തിൽ ദമാമിലിരിക്കുന്ന ഒരു സാലിം വിളിച്ചു പറഞ്ഞിട്ടാണോ അതിൽ ആളെ ഏർപ്പെടുത്തേണ്ടത്? ആരാ സംഘടന ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? പറയൂ. അബ്ദുറഹ്മാൻ സലഫിയാണോ? ഈ സാലിമുകളും ഇമ്പിച്ചുക്കോയകളുമാണോ? നാളെ ഇതൊക്കെ തുറന്ന് പറയേണ്ടി വരും. ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നാൽ അത് പറയും. എന്നിട്ടും സലഫിക്ക് കുറ്റം ഹമാസം കണ്ടത് കൂട്ടായിക്കാര്, എന്നിട്ട് കുറ്റം ഹിലാൽ കമ്മിറ്റിക്ക്. ഇവരൊക്കെ സംഘടന ഹൈജാക്ക് ചെയ്യാൻ അവിടുന്ന് മറ്റോൻ വരും, ഇവൻ വരും, ഓൻ വരും, ഓനൊക്കെ കേട്ടിരുത്തിക്കോ. ദൗറയുടെ കൺവീനറായ മുനീർ മദനിയെ വിളിച്ച് ദമാമെന്ന് ഫോൺ ചെയ്തിട്ട് പറയാ, ഞാൻ ഓലോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഓലൊക്കെ പ്രവേശിപ്പിക്കണം. ആരാ ഇവൻ? ജമിയത്തുൽ ഉലമയുടെ ദൗറയിൽ അംഗങ്ങളെ ചേർക്കാൻ ആരാണ് അവനെ ഏൽപ്പിച്ചത്? ഓൻ പറഞ്ഞത് നടക്കാത്തീനാണോ? പിന്നെ ഇത്തരത്തിലുള്ള ഈ ആരോപണം എനിക്കെതിരിൽ നടത്തുന്നത് അത് നടപ്പാവാൻ പോകുന്നില്ല. ഇനി ആർക്കാണോ ചർച്ചയ്ക്ക് വരേണ്ടത് വിചാരിച്ച ഒരു ചർച്ചയ്ക്ക് മാന്യമായിട്ട് വരട്ടെ. ഫോൺ ചെയ്തെങ്ങാണ്ട് ഒരുത്തൻ കള്ളത്തരം എഴുതിയിട്ട് അതിലിൻ്റെ പേര് വെച്ചോ, അതിന് സമ്മതം കൊടുത്താൽ പോരാ. നേരിട്ട് സ്വന്തം പേര് വെച്ച് അത് എഴുതി അഡ്രസ്സും പേരുള്ള ആളുകൾ, ആണുങ്ങൾ, വിവരമുള്ളവര്, തർക്കിക്കാൻ കഴിയുന്നവര്, തെളിവ് കയ്യിലുള്ളവര് സ്വന്തം നിലക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലാത്ത രീതി മാന്യമായതല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം പണികളൊക്കെ അവസാനിപ്പിക്കുക. ഇത് വൈരുദ്ധ്യമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളതെങ്കിലും ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടല്ല. എനിക്കറിയാം, ഒരു AC നന്നാക്കണ പണിയെടുത്ത് നടക്കണോന് ഖുർആനും ഹദീസും കിതാബിൻ്റെ ഭാഗത്തും അത്രയൊക്കെ തന്നെ തിരിയുള്ളൂ. അതുപോലെ ഒരു കമ്പ്യൂട്ടർ നന്നാക്കി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അറിയുന്നവന് അത്രയൊക്കെ കഴിയുള്ളൂ. അവർ പറഞ്ഞതിൻ്റെ ഒപ്പം നിൽക്കുന്ന കിതാബ് തിരിയണോരും കൂടുതൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുക. അതുകൊണ്ട് ശരിക്ക് പറഞ്ഞ തൗഹീദ് അതൊക്കെ മാറ്റിവെച്ചിട്ട് കുഴാമറിഞ്ഞ തൗഹീദും ശിർക്കും കൂടിയത് അതുമാത്രം പ്രചരിപ്പിക്കുകയും അതിന് സമ്മതം കൊടുക്കുകയും ചെയ്യുന്ന പണി വിവരമുള്ളവർക്ക് യോജിച്ചതല്ലെന്ന് പറയാൻ വൈകി. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അള്ളാഹുവിൻ്റെ ആയത്താണ് തെളിവ്, നബിയുടെ ഹദീസാണ് തെളിവ്. കള്ള ഹദീസ് മുജാഹിദുകൾക്ക് തെളിവല്ല, അത് ഖുറാഫികളുടെ തെളിവാണ്. ആർക്കാണോ ഖുറാഫിയാകേണ്ടത്, ഖുറാഫികളെ പോലെ കള്ള ഹദീസിന്റെ പിന്നാലെ അവർ പോയിക്കൊള്ളട്ടെ. ഇത് തൗഹീദാണ്. അതുകൊണ്ട് ശിർക്ക് തൗഹീദും തമ്മിൽ യോജിക്കില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം വളരെ വൈകി. ഒരു ചെറിയ 2 സംസാരങ്ങളാണ് ബാക്കിയുള്ളത്. ആദ്യമായി ആദിൽ ലത്തീഫ് 2-3 മിനിറ്റിൽ അവസാനിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ ബഹുമാന്യ വ്യക്തികളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ ഉയർത്തിപ്പിടിച്ച ആശയാദർശം ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി.
ഓരോ കാലഘട്ടത്തിലും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെന്നും ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശവുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പല തവണയായി പോയിട്ടുണ്ട് എന്നത് ചരിത്രം വിശദീകരിച്ചുകൊണ്ട് തന്നെ പല ആളുകളും സൂചിപ്പിക്കുകയുണ്ടായി. സാധാരണക്കാരായ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും ഗ്രൂപ്പുകളോ ഏതെങ്കിലും സമൂഹങ്ങളോ പറയുന്നതിനനുസരിച്ച് തങ്ങളുടെ ആശയങ്ങൾ തിരുത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായ ഓരോരുത്തരും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ പഠിപ്പിച്ച സംഗതിയും അത് തന്നെയായിരുന്നു. വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ഹസന വജലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ആ ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ വജലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങിപ്പോയി. വദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞങ്ങളുടെ കണ്ണുകൾ നിറയുമാറ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുമാറുള്ള ഉപദേശങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകിയത്. ആ സമയത്ത് അവർ ചോദിച്ചു പോയി, ഫഖീല യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ ഫമാദാ തഅഹദു ഇലൈനാ. പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്ക് നൽകിയ ഈ ഉപദേശങ്ങൾ യാത്ര ചോദിക്കുന്ന ഒരാൾ യാത്ര ചോദിക്കുമ്പോൾ നൽകിയ ഉപദേശങ്ങൾ പോലെയാണല്ലോ. അതുകൊണ്ട് എന്ത് ഉപദേശമാണ് ഈ സമയത്ത് താങ്കൾക്ക് ഞങ്ങൾക്കായി നൽകാനുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് വിശദീകരിച്ചു കൊടുത്തു. അസ്സംഉ വത്വാഅ വലു ഹബ്ശിയ, നിങ്ങളുടെ നേതാക്കന്മാർ ഒരു അബീസിനിയക്കാരനാണെങ്കിൽ പോലും ആ നേതാവിനെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ജൂതന്മാർ പിരിഞ്ഞു പോയതുപോലെ, ക്രിസ്ത്യാനികൾ പിരിഞ്ഞു പോയതുപോലെ മുസ്ലിങ്ങളും കക്ഷികളായി പിരിഞ്ഞു പോകുമ്പോൾ എന്റെ കാലഘട്ടത്തിന് ശേഷം ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾക്ക് എന്റെ ചര്യയുണ്ട്, ഖുലഫാഉർ റാഷിദീങ്ങൾ കാണിച്ചു തന്ന ചര്യയുണ്ട്. ആ ചര്യയെ നിങ്ങൾ തമസ്സകൂ ബിഹാ വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. കാരണം ഫഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാകുന്നതെല്ലാം ബിദ്അത്തുകളാണ്. ഫകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ് എന്നാണ്. ഈ ഹദീസ് പഠിച്ച അല്ലെങ്കിൽ ഇതുപോലുള്ള ആയത്തുകൾ പഠിച്ച ഒരു സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പുതിയ വാദങ്ങൾ വരുമ്പോഴും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും പിന്തുണയുണ്ടോ എന്ന് പരിശോധിക്കും. ആ പരിശോധനയാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഖുർആനിനെ കുറിച്ച് പറയാൻ 100 നാവുള്ള ആളുകൾ, സുന്നത്തിനെ കുറിച്ച് പറയാൻ 100 നാവുള്ള ആളുകൾ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗത്തെ കുറിച്ച് പറയാൻ 100 നാവുള്ള ആളുകൾ, സലഫി മൻഹജ് എന്ന് ആഘോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറയുന്ന ആളുകൾ ഖുർആനിനെ അവഗണിച്ചു പോയി എന്നത്, സുന്നത്തിനെ അവഗണിച്ചു പോയി എന്നത്, സലഫി മൻഹജിനെ അവഗണിച്ചു പോയി എന്നത് ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സങ്കടത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. താടിയുടെ വിഷയം പറയാൻ, സുന്നത്തിന്റെ ഗൗരവം പറയാൻ, അതുപോലുള്ള വിഷയങ്ങൾ പറയാൻ ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയാൻ ആർക്കാണ് ഇന്ന് സാധിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സമൂഹത്തോട് സംസാരിച്ചിരുന്നത് എന്ന്, നേതൃത്വത്തെ അനുസരിക്കേണ്ടതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സംസാരിച്ചു എന്നത്
പറയാനും പ്രചരിപ്പിക്കുവാനും ഇന്നാളുകൾക്ക് മടിയാണ്. പാവപ്പെട്ടവരായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. മഹാനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പോലും, അല്ലെങ്കിൽ അതേപോലുള്ള പണ്ഡിതന്മാർ ഹദീസ് നിഷേധികളാണെന്നും സുന്നത്തിനെ സ്വീകരിക്കാൻ മടിയുള്ളവരാണെന്നും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളുകൾ ഈ പരിസരത്തുള്ളവർക്കറിയാം. വണ്ടൂര് പോലുള്ള പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ ശക്തമായി എതിർത്തുകൊണ്ട്, ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, നമസ്കാരം 5 വക്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേകനൂർ മൗലവിയും അദ്ദേഹത്തിന്റെ ആശയമുള്ള ആളുകളും രംഗപ്രവേശം ചെയ്തപ്പോൾ ഒരാളുടെയും പ്രോത്സാഹനമില്ലാതെ, ഒരാളുടെയും അംഗീകാരമില്ലാതെ വണ്ടൂരിറങ്ങി പരിസര പ്രദേശങ്ങളിലേക്ക് വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വിശദീകരിച്ച് സുന്നത്തിനെ സംബന്ധിച്ച് ഹദീസിനെ സംബന്ധിച്ച് ജനതയെ പഠിപ്പിച്ചുകൊണ്ട് പരിവർത്തനം സൃഷ്ടിച്ച എ.പി. അബ്ദുൽ ഖാദർ മൗലവിയെ പോലുള്ള ആളുകളെ പരിഹസിക്കുവാൻ, നേതൃത്വത്തെ പരിഹസിക്കുവാൻ ചെറിയ കുട്ടികൾ പോലും ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകളെ കുറിച്ച് പറയാനും പ്രചരിപ്പിക്കാനും 100 നാവുള്ള ആളുകൾ അവരാണ് യഥാർത്ഥത്തിലുള്ള പ്രബോധകരെന്ന് അവകാശപ്പെടുന്നവരാണ്. സഹോദരങ്ങളെ, ഇതൊരു പ്രഖ്യാപനമാകണം. മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിച്ച സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങി ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച മഹത്തായ ആദർശം ഓരോ മുക്കുകളിലും മൂലകളിലും പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രചോദനവുമായി കൊണ്ടാണ് ഇവിടെ നിന്ന് നാം പിരിഞ്ഞു പോകേണ്ടത് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അനുസരിച്ച് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള ആദർശം, മഹത്തായ ആദർശം, ആ ആദർശം ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാപന സന്ദേശം നൽകുന്നതിന് വേണ്ടി ഷുക്കൂർ ആലപ്പുഴ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വൈകിയ സന്ദർഭത്തിൽ ഒരു ദീർഘമായ സംസാരത്തിന് പ്രസക്തിയില്ല എന്ന തിരിച്ചറിവോടെ ഇന്ന് രാവിലെ മുതൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, ജാമിഅ നദവിയ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിച്ച വെല്ലുവിളികളെ അതിജയിച്ച മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രൗഢോജ്വലമായ മുഖാമുഖം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ ഞാൻ ആവശ്യപ്പെട്ടു, എനിക്കൊരു 3 മിനിറ്റ് സംസാരിക്കാൻ തീർച്ചയായും അവസരം വേണമെന്ന്. ഉച്ചക്ക് നടന്ന സലാഹിമാരുടെ ആ സംഗമത്തിൽ സംസാരിക്കണം എന്നാഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, അതിനുശേഷം സെലഫിയനോടൊരു ഫയൽ എടുക്കാൻ താഴെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ആ സന്ദർഭത്തിൽ ബൈലക്സിലെ KNM ഓൺലൈൻ ക്ലാസ് റൂമിൽ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വയോധികനായ ഒരു പണ്ഡിതനെ ആ റൂമിൽ ഞാൻ കാണുകയുണ്ടായി. അരീക്കോട് എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന അരീക്കോടിൻ്റെ മണ്ണിൽ NV അബ്ദുസലാം മൗലവി നട്ടുവളർത്തിയ തൗഹീദിൻ്റെ ശബ്ദം കെടുത്തിക്കളയാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ മക്കളുടെ സംസാരം കേട്ട് കണ്ണ് നിറയുന്നൊരു പണ്ഡിതൻ്റെ മുഖം ഞാൻ കണ്ടു. ആ പണ്ഡിതനു വേണ്ടി കോഴിക്കോടുള്ള ഒരു MSMൻ്റെ സമ്മേളനത്തിൽ വെച്ച് ബഹുമാന്യനായ മൗലവി വികാരത്തോടെ പറഞ്ഞൊരു വാചകം ഈ അവസാന സന്ദേശവുമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത്, കുട്ടികളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രങ്ങളെക്കുറിച്ച് അറിയുമോ? കേരളത്തിൻ്റെ മണ്ണിൽ നാദാപുരത്തിൻ്റെ പള്ളിദറസിൻ്റെ പടിക്കെട്ടുകളും കടന്ന് തൗഹീദിൻ്റെ ശബ്ദമുയർത്തി കേരളക്കരയുടെ തെരുവോരങ്ങളിൽ തൗഹീദി പ്രബോധനത്തിനു വേണ്ടി ജീവിതം നയിച്ച നാളുകളിൽ അഭിമാനത്തിൻ്റെ വാക്കുകൾ പറയാൻ, അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ പറയാൻ, സ്നേഹാദരവുകളുടെ സൗഭാഗ്യങ്ങൾ പകർന്നു നൽകാൻ ഞങ്ങൾക്ക് ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് സമ്മാനം നൽകാൻ ഞങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അന്ന് സംസാരിച്ച ഒരു ബഹുമാന്യനായ പണ്ഡിതൻ പറഞ്ഞ ഒരു വാചകമാണ് ആ പണ്ഡിതന് വേണ്ടി ആ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ഓർത്തുവെച്ചത്. ഈ അവസാന സന്ദർഭമായി
അദ്ദേഹം ഇതെന്തെങ്കിലും കേൾക്കുമെങ്കിൽ മഹാനായ ബഹുമാന്യനായ ഞാൻ ആദരിക്കുന്ന അല്ല ഞങ്ങൾ ആദരിക്കുന്ന എന്ന് പറഞ്ഞാലും അദ്ദേഹത്തോടുള്ള ആദരവ് കുറയുമെന്ന് കരുതി ഞാൻ ഒന്നുകൂടി തിരുത്തട്ടെ. ലോകത്ത് മലയാളി മക്കൾ ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെ മുഴുവൻ മനുഷ്യ മക്കളും അവരുടെ ഉപ്പമാരെക്കാളെ സ്നേഹിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പിന്തലമുറ ഈ നദുവത്തുൽ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാരഥനായ പണ്ഡിത നേതാവിനോട് എന്നെങ്കിലും അദ്ദേഹം ഈ വാചകങ്ങൾ കേൾക്കുമെങ്കിൽ, ആരെങ്കിലും പറയുമെങ്കിൽ പറയണം, നിങ്ങൾ മൗലവി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഈ സമുദായത്തെ. പാണ്ടിക്കാടിന്റെ തെരുവോരങ്ങളിൽ അടിച്ച് ചികിത്സകളുമായി കാത്തിരിക്കുന്ന മന്ത്രവാദികൾക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് സംരക്ഷിച്ച, നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന, നിങ്ങൾ ആദരവോടുകൂടി സംരക്ഷിച്ചു കൊണ്ടുവന്ന തൗഹീദിന്റെ പട്ടാളത്തെ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ ഒരിക്കലുമെന്ന് ഈ സന്ദർഭത്തിൽ അവസാനമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇല്ല, തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും എങ്ങനെയെങ്കിലും കുത്തിക്കുറിച്ചാലും മുജാഹിദ് പ്രസ്ഥാനം ഈ പണ്ഡിതന്മാരുടെ പവറിലല്ല നിലനിൽക്കുന്നതെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ നേതാക്കന്മാരുടെ മഹത്വത്തിലല്ല ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥം വലത് കൈയിൽ പിടിച്ച് 23 കൊല്ലങ്ങൾ കൊണ്ട് ഞങ്ങളുടെ നേതാവ് വിശദീകരിച്ച ആ പ്രവാചകന്റെ വാചകങ്ങളും കൈവെള്ളയിൽ വെച്ച് ഞങ്ങൾ വിളിക്കുന്നു, പറയും, എവിടെയാണ് മുജാഹിദുകൾക്ക് തെറ്റുപറ്റിയത്? ഭീമാപ്പള്ളിയുടെയും കടുവാപ്പള്ളിയുടെയും ഏർവാടിയുടെയും നാഗൂരിന്റെയും മുത്തുപേട്ടയുടെയും പള്ളി പരിസരങ്ങളിൽ ചങ്ങലക്കിട്ട മനുഷ്യരെ തല്ലിക്കൊന്ന കുബൂരികളുടെ കൈകളിൽ നിന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം പാവപ്പെട്ട മനുഷ്യരെ തിരിച്ചു വിളിച്ചതാണോ? മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ് പാണ്ടിക്കാട്ട് മന്ത്രവാദികളുടെ കൈകളിലേക്ക് മുസ്ലിം കൈരളിയെ എറിഞ്ഞുകൊടുക്കാത്തതാണോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത തെറ്റ്? അന്ധവിശ്വാസത്തിന്റെ പുകപടലങ്ങളുമായി ശിർക്കിന്റെ വിശ്വാസങ്ങളുമായി മുസ്ലിം കൈരളിയെ നശിപ്പിക്കാനിറങ്ങിയ ആധുനിക ഖുറാഫികൾക്ക് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ വിട്ടുകൊടുക്കാത്തതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പറയണം നിങ്ങൾ, വിശദീകരിക്കണം നിങ്ങൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വളരെ ചെറിയ പ്രബോധകൻ എന്ന നിലയിൽ, വളരെ ചെറിയ ഒരു പ്രവർത്തകൻ